ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവിങ് ഇറ്റ് വിത്ത് വിഷു ഗാരി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബിസി ആവുന്നൊരു ടൈമാണ് ജൂൺ. സ്കൂൾ റീഓപ്പണിംഗ് ടൈമാണ്. അപ്പോൾ ഒരു മിഡ് മെയ് തൊട്ട് നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഒരു ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ വി ഹവ് കം ബാക്ക് ടു കൊച്ചിൻ. ഹായ്, എവിടെ പോവാ എല്ലാരും കൂടി? ഇന്ന് ജിയക്കുട്ടിയാണ് കേട്ടോ സംഭവം. ജിയക്കുട്ടി ലുക്ക് സോ ഗുഡ്. ജിയക്കുട്ടിയുടെ സ്റ്റൈലിംഗ് ആണോ? ഞാനും ജിയക്കുട്ടിയും ട്വിന്നിങ് ആണ്. അക്കയും അക്ക ഇസ് ഓൾസോ വൈറ്റ്. എന്തുണ്ടടാ, വെക്കേഷൻ ഒക്കെ കഴിയാറായി അല്ലേ? സ്കൂൾ തുടങ്ങാറായി. അപ്പൊ നമ്മളിപ്പോ എവിടെയാ? മെട്രോടെക്സില്. അപ്പൊ ഞങ്ങള് പുതിയ അക്കാഡമിക് ഇയറിലേക്കുള്ള സാധനങ്ങൾ കുറെയൊക്കെ ഞങ്ങൾ മേടിച്ചു. ബാക്കി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇതേ നമ്മുടെ മെട്രോടെക്സ് വൈറ്റിലുള്ള ഇവിടെ നിന്നാണ് കേട്ടോ. ചോയ്സ് സ്കൂളിന്റെ, എനിക്കൊന്ന് മിക്ക സ്കൂൾസിന്റെ ഇവിടെയാന്ന് തോന്നുന്നില്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ ബാക്കി കുറച്ചും കൂടി സാധനം മേടിക്കും. റെഡിമെയ്ഡ്സ് അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് അങ്ങനെ സ്റ്റിച്ചിങ്ങിന് അങ്ങനെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിലും അവർ തന്നെ ചെയ്തു തരും. നല്ലത്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ മെട്രോടെക്സിൽ കഴിഞ്ഞ അപ്പോൾ മെട്രോടെക്സിൽ ഇവിടെ യൂണിഫോംസ് മാത്രമല്ല, നമ്മൾക്ക് സ്കൂൾ റീഓപ്പണിംഗ് ടൈമിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികളുടെ ബാഗ്സ്, ഷൂസ്, അംബ്രല്ലാസ്, പിന്നെ ലഞ്ച് ബോക്സസ്, പെൻസിൽ ബോക്സസ്, വാട്ടർ ബോട്ടിൽസ്, അങ്ങനെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം യൂണിഫോംസ് ഇപ്പം മേടിക്കാനില്ലെങ്കിലും ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ സ്കൂൾ റീഓപ്പണിംഗ് ടൈമിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. ഇമ്മു പിങ്ക് അല്ലായിരുന്നു? ഇമ്മു പിങ്ക് ആയിരുന്നോ? ഇമ്മു പിങ്ക് ആയിരുന്നോ പർപ്പിൾ ആയിരുന്നോ? ജിയയുടെ ഫ്രണ്ട്. അപ്പോൾ മെട്രോടെക്സിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി പോകാനുള്ളത് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ മേടിക്കാനാണ്. ചോയ്സ് സ്കൂളിൻ്റെ നോട്ട് ബുക്സ് ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നോട്ട് ബുക്സ് നമുക്ക് സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ടെക്സ്റ്റ് ബുക്സ്, അത് ഇവിടെ HNC എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ലുലു പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ സ്കൂൾ ബാഗ്സും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ അത് കാരണം നമുക്ക് പുറത്തൊക്കെ നന്നായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വിശന്ന് തളർന്നു. പക്ഷേ പാരഗണിൽ ഇപ്പോഴും തിരക്കാണ്. എപ്പോൾ വന്നു കഴിഞ്ഞാലും നല്ല തിരക്കുള്ള സ്ഥലമാണ് പാരഗൺ. എന്നാലും നമ്മൾ വീണ്ടും തിരിച്ച് അവിടെ തന്നെ വരും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഗ്യാരൻറ്റി ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ് പാരഗൺ. ഞങ്ങളിതേ പാരഗണി വന്നേക്കുവാ. ടയേർഡാണോടോ? എന്തൊക്കെയാ ഓർഡർ ചെയ്തേ? ഹംഗ്രി. മീ ടു. ഹംഗ്രി. എന്തൊക്കെയാ ഓർഡർ ചെയ്തേ? അൽഫഹാം മന്തിയോ അങ്ങനെ എന്തോ ഒരു മന്തിയുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടുന്ന് അൽഫഹാം കഴിച്ചിട്ട് നല്ലതായിരുന്നേ. റെഗുലർ. എല്ലാവർക്കും മട്ടൺ സൂപ്പാ അവിടെ. എനിക്ക് പാരഗണിൽ ഏറ്റവും ഇഷ്ടം നാടൻ മട്ടൺ സൂപ്പാണ്. അതിൽ നല്ല മട്ടൻ്റെ ബോണൊക്കെയുള്ള പീസസും പിന്നെ അതുപോലെ തന്നെ ഡ്രം സ്റ്റിക്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ അൽഫഹാം. സാധാരണ നമ്മൾ പാരഗണിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇപ്പം ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട, പിന്നെ അപ്പം, അതൊക്കെയാണല്ലോ. പക്ഷേ ഇവിടുത്തെ ഈ മന്തി, അൽഫഹാം ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മളിപ്പം ക്രാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്രാബും ഭയങ്കര ടേസ്റ്റിയാണ്.
പാരഗണിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി സിനിമയൊക്കെ കണ്ടിട്ട്. അപ്പോൾ നല്ല മൂവിയാണെന്ന് കേട്ടു. മൂവി കഴിഞ്ഞിട്ട് കുട്ടികളെ റിബൗണ്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ട് ഞാനും ഡോണയും കൂടി സ്കൂൾ ബാഗ് മേടിക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗ്സാണ്, ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ബാഗ്സാണ് കേട്ടോ. ഞങ്ങൾ ഒരേപോലത്തെ ബാഗാണ് ഇമാരയ്ക്കും ആനും മേടിക്കുന്നത്. These guys doesn't know how to even dance. This boy is so lazy. This guys, okay, they were crying. Both of them are crying. Okay, tell me this. How was the movie? The movie was excellent. The movie ഗുരുവായൂർ അമ്പലനടയിൽ. It's 10 out of 10. 9 out of 10. 9 out of 10. 9 out of 10. 9 out of 10. Good morning all. Stay over. How was your stay over? Good. കൊള്ളാമോ ഇഡ്ലി? സ്കൂളിലെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇഹിത്തും ഇമാരെയും തിരിച്ച് കൊല്ലത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോവുകയാണ്. ഇനി എനിക്ക് വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കും ഡീപ്പ് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഭയങ്കര മഴയാണ് കേട്ടോ. എറണാകുളത്ത് ഇത്തവണ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. മൺസൂൺ ആയിട്ടില്ല, എന്നിട്ട് തന്നെ നല്ല മഴയാണ്. പലപ്പോഴും രാത്രിയൊക്കെ ഡ്രൈവിംഗ് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഭയങ്കര സീറോ വിസിബിലിറ്റിയിലൊക്കെ ഇതുപോലെയൊക്കെ വണ്ടി ഓടിക്കേണ്ടി വന്നു. എല്ലാ വർഷവും അറൗണ്ട് ദിസ് ടൈം സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വീടിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസും ചെയ്യാറുണ്ട്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം പെയിൻറ്റിങ് വർക്ക്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസസിൻ്റെയൊക്കെ AC, പ്യൂരിഫയർ, ബേണർ, അങ്ങനെയുള്ള ഡിവൈസസിൻ്റെയൊക്കെ സർവീസ്, ഡീപ്പ് ക്ലീനിങ്ങും പെസ്റ്റ് കൺട്രോൾ ഇതെല്ലാം ചെയ്യിപ്പിക്കും. ഇന്നിപ്പം ഡീപ്പ് ക്ലീനിങ് പ്ലസ് നമ്മുടെ അപ്പോൾസ്ട്രി, ഷാംപൂ വാഷ് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവരാണ് ഇന്ന് എന്നെ ഹൗസ് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എനിക്കറിയാം എങ്ങനെ ഏതവസ്ഥയിലാണ്. ബാൽക്കണിയൊക്കെ നമ്മൾ 2 മാസം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഭയങ്കര മോശം കണ്ടീഷനിൽ കിടന്ന ഫ്ലാറ്റ് നിങ്ങൾ ഒരു ബ്രാൻഡ് ന്യൂ അപ്പാർട്ട്മെൻറ്റ് പോലെ ആക്കി തന്നു. ഒത്തിരി താങ്ക്സ്. ഇത് കെയർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചിനിൽ തന്നെ ഉള്ള എല്ലാവർക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് അയച്ചു തരും. സോ വിഷ്ണുവിൻ്റെ ഫുൾ ടീം എന്താ എല്ലാവരുടെയും പേര്? നാം പത്താവോ? തിലക്, തമൻ, അനസ്, വിഷ്ണു. അപ്പോൾ ഇവരെല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഒരു ഫുൾ ഡേ എടുത്തില്ല, എന്നാലും അവരെല്ലാം നൂക്ക് ആൻഡ് കോർണേഴ്സ് ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിലാക്കി തന്നിട്ടുണ്ട്. അത് പ്രോപ്പർ ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. ഭയങ്കര ഹൈലി പ്രൊഫഷണൽ. അപ്പോൾ ഡു കോൺടാക്ട് ദം. ഓക്കെ. ഇവരിങ്ങനെ ഫുൾ മാനുവൽ ക്ലീനിങ് അല്ല കേട്ടോ, ലൈക്ക് ഫുൾ മെഷീൻ ക്ലീനിങ് ഒക്കെയാണ്. എന്ത് ബഫർ അല്ലേ? ബഫിംഗ് മെഷീനോ എന്താ ഇതിന് പറയുന്നത്? ഇത് ബഫറാണോ? സ്ക്രബിങ് മെഷീൻ അല്ലേ? സോ എല്ലാം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹാർഡ് സ്റ്റെയിൻസും അങ്ങനെയൊക്കെ ഇപ്പോൾ ഫ്ലോറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എല്ലാം നല്ല പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ആക്കി തരും. ഇന്ന് ഭയങ്കര ഗ്ലാമറാണല്ലോ. മേക്കപ്പ് ഇട്ടോ? എന്നെ അപമാനിച്ച്. അമ്മയുടെ സീക്രട്ട് എന്താ? അമ്മയുടെ ബ്യൂട്ടിയുടെ സീക്രട്ട് ജിമ്മാണോ? അങ്ങനെ നിൽക്കുന്നേ. ഹസ്ബൻഡ് രക്ഷയില്ല. പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു കാത്തി, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു.
ഇതിപ്പോൾ നമ്മളുടെ കാത്തിയുടെ ബർത്ത്ഡേ ആണ്. പക്ഷെ നമ്മുടെ ഈ ഹിത്തിന് മാരിക്കും വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇനി ഭാവിയിൽ ഇത് ബീന കണ്ണൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റ് ബാക്ക് ടു School shopping. sorry, We got what are we up to? notebooks. We got notebooks. What are you doing? We got sharpener. We're shopping. Back to school shopping. And then we have stick. Back to school glue shopping. stick. And we bought ramen. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞതാണ്. എന്നാലും ഇതിൻ്റെ വളരെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ലാസ്റ്റ് മിനിറ്റ്. വി നീഡ് വാട്ടർ ബോട്ടിൽ ഫോർ യു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച നല്ലൊരു ബൈ ആയിരുന്നു ശരിക്കും. ഇത് ട്രാൻസ്പെറൻറ്റ് ബുക്ക് കവേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മറ്റേ റോളിൽ വരുന്ന ബുക്ക് കവറിനെക്കാട്ടിലും ഈസിയാണ്, നമുക്ക് കട്ട് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റിക്കിംഗ് ടൈപ്പാണ്, നല്ല ഡ്യൂറബിൾ മെറ്റീരിയലും ആണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഞാനിത് എങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പല സൈസസിലുണ്ട്. നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തൊട്ട് ചെറിയ നോട്ട്ബുക്സ് വരെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട്. ബേസിക്കലി ഇങ്ങനെ അത് പീൽ ചെയ്യും. ഇത് പീൽ ചെയ്യും. പീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഗ്യാപ്പിലേക്ക് ഓക്കെ ഹാഫ് എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ ബാക്കിയുള്ള If it sticks, it's gone. very careful. കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫീൽ ആയിക്കോളും, മാമ അതാ സ്റ്റിക്ക് ആയിക്കോളും. എന്നിട്ട് all we have to do is ഈ സൈഡിൽ നിന്ന് സ്റ്റിക്കാക്കി കൊടുക്കാം. ഇവിടെ ഇച്ചിരി എക്സസ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തോളാം. The people that doesn't know how to wrap a book, this is so easy. Yeah, even children can do it. Yeah. So easy, you know. ഇവിടെ ഇച്ചിരി ഇത് ഇത്തിരി quite big ആണ്, so you can just So you cut can that cut part. it. Yeah. See, there's On the plenty other side. papers. Then the other side. Peel out that. Make sure it won't stick anywhere. അതൊക്കെ ഇങ്ങനെ Slowly put it. ഊഞ്ഞു. Okay. So hard, but after like you get the tip of it, Hang of it. it's Yeah. tip or hang. See, there's plenty papers like this. Small version, big version, bigger version. We don't have to use stapler, Yeah. the paper thingy, ടേപ്പോ അങ്ങനെയൊന്നും ചെയ്യണ്ട. glue, All you do anything, is- scale, anything, measurements, anything. Just have to take. Peel it. Peel it is the main thing. Peel it and stick it. Peel and stick. അല്ലേ അമ്മു? Peel and stick. So easy. See? It's so nice. I love it. You do? Could I? But I have to get a hang of it. Don't look at the mess. It's very messy. We just started. Tomorrow I'm going to be in 4th grade. 4C.
Are you excited, Emo, about school? I'm nervous. സോ നമ്മൾ ഈസി ആയിട്ട് ആ പീൽ ആൻഡ് സ്റ്റിക്ക് റാപ്പ് വെച്ചിട്ട് ബുക്കൊക്കെ കവർ It's ചെയ്തേക്കാം. so nice. ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. Yes. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കത് ഒരു ചെറിയൊരു നെയിം ടാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. I want purple, Mama. It's okay. I don't care. Is it so small? Imara 4C. Alle. 4C. Choice. Roll number? I don't even know what's my roll number. Excited for first day of 4th grade? ന്യൂ ബാഗ്, ന്യൂ എല്ലാം അല്ലേ? I don't know, they would have gone. ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ക്ലയൻസിനെ ഞാൻ ജ്വല്ലറി സെലക്ഷനും അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ് സെലക്ഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ക്ലയൻസ് വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ്. എനിക്ക് ഒത്തിരി അറിയാവുന്ന ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ക്ലയൻസാണ്. ഞങ്ങളുടെ സലൂണുമായിട്ട് ഒത്തിരി വർഷമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കല്യാണത്തിൻ്റെ ജ്വല്ലറിയും അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ്സൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നേക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊച്ചിനിലുള്ള മെറാൽഡ ജ്വല്ലറിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ കളക്ഷൻ ഉണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ കാണിച്ചു തരാം. ഇമോൻ്റെ ന്യൂ ക്രോക്സ് ചാംസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ എവിടെ വന്നേക്കുന്നത് ഇമോ? Le Méridien. പുള്ളയല്ല, ഷെഫ് പുള്ളേ. ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചായിരിക്കുന്നൊരു സംഭവമാണ്. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് വീക്കെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഹിത്തിനും ഇമാർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രാബും പ്രോൺസും, നാടൻ രീതിയിലുള്ള ക്രാബും പ്രോൺസും കഴിക്കണം എന്നുള്ളത്. ഇവർക്ക് രണ്ട് ആൾക്കും നോൺ വെജ് അധികം ഇഷ്ടമില്ല. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളത് മെയിനായിട്ടും പ്രോൺസും ക്രാബും അതുപോലെ തന്നെ സ്ക്വിഡ് പോലെയുള്ള സീ ഫുഡാണ്. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന പ്ലേസസിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോൾ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇവരാരും വന്നിട്ടില്ല. അപ്പോൾ ഒത്തിരി നമ്മൾ വീഡിയോസ് കാണാറുണ്ട്, ഒത്തിരി റിവ്യൂസൊക്കെ കാണാറുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിതുവരെ വരാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, അതായത് ബോൺ മാരോ ഒരു പ്രിപ്പറേഷൻ വിത്ത് കപ്പ അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോൺസിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു. ഇതൊരു ഡിഫറെൻറ്റ് ഡിഷായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ബോൺ മാരോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കപ്പയും ബോൺ മാരോവും പറഞ്ഞപ്പോൾ, പക്ഷേ എനിക്കിതിനകത്ത് ബോൺ മാരോയുടെ ഒന്നും ഫ്ലേവറോ അല്ലെങ്കിൽ ബോൺ മാരോ അതായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അത് മിക്സ് ചെയ്തതായതുകൊണ്ടായിരിക്കും. ഇടിയപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രാബ് ഉണ്ടായിരുന്നു. നൂൽ പൊറോട്ട ഈസ് റിയലി ഗുഡ്. അതുപോലെ തന്നെ പ്രോൺസ് എനിക്ക് കഴിക്കാൻ പറ്റില്ല, അലർജിക്ക് ആയതുകൊണ്ട്. അവർ നല്ലതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ക്രാബ് ഇറ്റ് ഈസ് ഓക്കെ, ലൈക്ക് എനിക്ക് ജസ്റ്റ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഡെസേർട്ട്സിൽ എനിക്ക് ഈ എന്തായിരുന്നു കോക്കനട്ട് പുഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മറ്റേത് പാലട ചീസ് കേക്ക്, അതൊരു ട്വിസ്റ്റ്, നമ്മുടെ പാലടയുടെ ഒരു ടേസ്റ്റും ഒരു ചീസ് കേക്കിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെയുള്ള. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അഞ്ജലി, അഭിഷേക്, അയാൻ അവർ മൂന്നുപേരും നാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ വീട്ടിൽ ഡിന്നറിന് വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് ചിക്കൻ ഉണ്ടാക്കുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലിഷ്യസിൻ്റെ ചിക്കനാണ്. എനിക്ക് അത് വളരെ ഫ്രഷായിട്ട് തോന്നാറുണ്ട്. അവരുടെ എഗ്സും അതുപോലെ തന്നെ അവിടുന്ന് സീ ഫുഡും ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അവരുടെ ആപ്പിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ സെറനോയെന്ന് മേടിച്ച ഒരു ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ട്. ഈ ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ സ്പൈസി ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഒരു ഡെസേർട്ട് പോലെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഒരു ടൈപ്പ് ഓഫ് കസ്റ്റേർഡും പിന്നെ ഒരു ചീസ് ഡിപ്പും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. മോളു പോവല്ലേ, അത് മിസ് യു. ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് ഫുഡിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന്. Forgot മോളു. അങ്ങനെ സൺഡേ ഞങ്ങൾ ഫോറം മോളിൽ മൂവി കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ PVR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നിട്ടില്ലായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സിനിമാസാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി മിക്കവാറും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങൾ വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് നല്ലൊരു ആംബിയൻസും നല്ല സർവീസും ഒക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലുലുവിലുള്ള PVRനെക്കാട്ടിലും കുറേ കൂടെ സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ നമുക്ക് കുറേ ഫെസിലിറ്റി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. അതുപോലെ തിയേറ്ററിനകം എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ലതാണ്. പുതിയതായതുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ദ ക്വാളിറ്റി ഓഫ് ദി ചെയർ, ആ ഒരു പുഷ് ബാക്കിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. ഏത് മൂവിക്കാണ് പോകുന്നതെന്നറിയോ? നമ്മൾ മാച്ചിങ് ഔട്ട്ഫിറ്റ്സാ. ഈ തലവൻ മൂവി ആരാ ആക്ട് ചെയ്യുന്നതെന്നറിയോ? യു ഡോണ്ട് നോ? പിന്നെ എന്തെന്നും പറഞ്ഞാ മൂവി കാണാൻ വന്നേക്കുന്നത്? വാട്ട് സോർട്ട് ഓഫ് മൂവി ഈസ് ദാറ്റ്? എന്ത് ജോൺറ എന്നറിയോ? No. I know, crime. Crime, yes. Did you watch the trailer? No. Okay. ആരാ ആക്ട് ചെയ്യുന്നതെന്നറിയോ മോഹിത്? ആരാ ആക്ട് ചെയ്യുന്നതെന്നറിയോ? No. ബിജു മേനൻ ആൻഡ് ആസിഫ് അലി. Okay. Character. I know that. ഇവിടെ ഇങ്ങനെ വാളിലൊക്കെ നമ്മളുടെ ലെജൻഡറി ഫിലിം ആക്ടേഴ്സിൻ്റെ, ഇവിടെ കണ്ടില്ലേ രാജേഷ് ഖന്നയുടെയൊക്കെ ഫിൽമോഗ്രാഫി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. This is way better than this.